ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി മത്തിക്കറിയുമായിട്ടാണ്. അപ്പം ആവശ്യമുള്ള മത്തി മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമുള്ള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മളെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മളെ മസാലക്കൂട്ടയുടെ നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഇട്ട് നല്ല മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അപ്പം നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരി പോലും പൊടിയില്ലാണ്ട് നല്ല വൃത്തിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. നമുക്ക് മസാലയ്ക്ക് അതേ ചട്ടി തന്നെ ഈ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കറിയിൽ ഇതിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീനൊന്ന് വെന്ത് തരട്ടെ. നമുക്ക് കറിയിലേക്ക് വറുത്തിടാൻ വേണ്ടിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉള്ളിയിലിട വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലും നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തേങ്ങ അരച്ച് വെച്ചതുപോലെ ഉണ്ട്. മുളകിട്ട മീൻകറിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിന്റെ കൂടെയോ പത്തിരിന്റെ കൂടെയോ പുട്ടിന്റെ കൂടെയോ എന്തിന്റെ കൂടെ കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മളിന്ന് മീൻകറി കഴിക്കുന്നത് പുട്ടിന്റെ കൂടെയാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് പുട്ടിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.